കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഡിബേറ്റുമായി ബന്ധപ്പെട്ട് ജിൻഡോ ബ്രദർ അതിൻ്റെ ഏറ്റവും പര്യവസാനം അതിനെക്കുറിച്ചൊരു കൺക്ലൂഷൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമാണ് വിശുദ്ധ ബൈബിൾ, അതുപോലെ തന്നെ സൂനകദോസുകൾ, പാരമ്പര്യങ്ങൾ, ഇത് മൂന്നുമാണ് ഒരു തീരുമാനമെടുക്കുന്നത്. അതല്ലാതെ വെറുതെ ഒരു തോന്നിയ പോലെ ഒരു തീരുമാനമെടുക്കുന്നതല്ല എന്ന് അദ്ദേഹം പറയുന്നത് നമ്മളൊന്ന് കേൾക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ഡിബേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. കത്തോലിക്ക സഭ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ള വസ്തുതയാണ് കത്തോലിക്കനായ ഡസ്റ്റിനും കത്തോലിക്കനായ ഞാനും തമ്മിൽ സംസാരിച്ചത്. അദ്ദേഹം കത്തോലിക്കനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ യൂട്യൂബുകളിലും അത് അവതരിപ്പിച്ചത്. ബന്ധവസ്ഥാനാണെന്ന് പറഞ്ഞിരുന്നത് ഈ വിഷയമുള്ള കാര്യമില്ല, അവരുടെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. സെലസ്റ്റിയൽ ഫ്രഷ് തിയറി കത്തോലിക്കനാണെന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്കരായ മക്കളുടെ അടുത്ത് ഈ ഒരു സെലസ്റ്റിയൽ ഫ്രഷ് തിയറി കൊണ്ടുവരുമ്പോൾ, സ്വർഗീയ ശരീര സിദ്ധാന്തം കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ ഒരു 2 മണിക്കൂർ ഫോണിൽ സംസാരിച്ച വിഷയം, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൺവിൻസ് ആവാത്തതുകൊണ്ട് ഈ വിഷയം ഡിബേറ്റിലേക്ക് തന്നെ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, കത്തോലിക്ക സഭയിൽ ഒരു വിഷയം ഡൗട്ട് വന്നാൽ, ബൈബിളിൽ ഒരു വിഷയം വന്നു, സംശയം വന്നു, ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വയം തീരുമാനിക്കില്ല. കത്തോലിക്ക സഭയിൽ 3 കാര്യങ്ങളുണ്ട്: ബൈബിൾ, അതുപോലെ സഭ പാരമ്പര്യം, 3 മജിസ്റ്റീരിയം. ബൈബിൾ ഉപയോഗിച്ച് ഒരു വിഷയം സംശയം വന്നാൽ സഭ ഒരുമിച്ച് കൂടും, മെത്രാന്മാർ ഒരുമിച്ച് കൂടും, അവരൊരുമിച്ച് അത് ചർച്ച ചെയ്യും. അതാണ് സഭ പാരമ്പര്യം എന്ന് പറയുന്നത്. അതിലൂടെ തെളിഞ്ഞു വരും ഇന്നതാണ് എന്റെ സത്യം. എല്ലാം ഇതേപോലെ ഈ 2 പേര് നടത്തിയ ചർച്ച പോലെ നല്ല പണ്ഡിതന്മാരായ വ്യക്തികൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് സൂനകദോസ് ഉണ്ടായിട്ടുള്ളത്. ഈ സൂനകദോസിൽ ഓരോ വിഷയവും അണുകിട കീറി മുറിച്ച് പരിശോധിച്ചിട്ടാണ് നമുക്ക് വിശ്വാസ പ്രമാണം തന്നിരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ന് സൂനകദോസുകളാണല്ലോ എല്ലാ തീരുമാനങ്ങളും എടുത്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെല്ലാം നമ്മൾ പാലിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ എന്നൊരു ചോദ്യം ഒരുപക്ഷെ പലർക്കും മുൻപിലുണ്ടാകാം. ഒരു പരിധിവരെ വായിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. പകരം സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിൽ വായനാശീലം വളരെയധികം കുറഞ്ഞൊരു കാലഘട്ടം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചില പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലതാണെന്ന് എനിക്കൊരു ചിന്തയുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ വായിക്കുന്ന ഒരു പുസ്തകം നിക്യ 1 മുതൽ വത്തിക്കാൻ 2 വരെ എന്ന് പറഞ്ഞിരിക്കുന്ന സാർവത്രിക സൂനകദോസുകളെക്കുറിച്ച് പ്രൊഫസർ ജെയിംസ് പുലിയുറുമ്പിൽ എഴുതിയിരിക്കുന്ന ഈ ഒരു പുസ്തകം. ഇത് പരിഷ്കരിച്ച 2ാമത്തെ പതിപ്പാണ്. ഇത് അവൈലബിൾ ആയിരിക്കുന്നത് വടവാതൂർ സെമിനാരി, സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലാണ് ഇത് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. അപ്പം പരിഷ്കരിച്ച ഈ 2ാം പതിപ്പിലെ സൂനകദോസുകളെ കുറിച്ച് നമ്മളൊന്ന് വായിക്കുകയാണ്. എഫേസസ് സൂനകദോസിനെ കുറിച്ച് ഇതിൻ്റെ പേജ് നമ്പർ 99 മുതൽ നമ്മൾ കാണുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ. നിക്യ സൂനകദോസിൽ പുത്രന്റെ ദൈവത്വവും, കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസിൽ പരിശുദ്ധാത്മാവിന്റെ ദൈവത്വവും വിശ്വാസ സത്യങ്ങളായി പ്രഖ്യാപിച്ചു. ത്രിത്വത്തിലെ 3 ആളുകൾക്കും ഒരേ സ്വഭാവവും ഒരേ സത്യവും ഒരേ ദൈവത്വവുമാണുള്ളതെന്ന് സഭ ഔദ്യോഗികമായി പഠിപ്പിച്ചു തുടങ്ങി. ഇതോടെ അരിയൂസ് ഉയർത്തിയ ദൈവശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുവെങ്കിലും പ്രശ്നങ്ങൾ മറ്റു മേഖലയിലേക്ക് ഉടലെടുത്തു. പുത്രനായ ക്രിസ്തുവിൽ എങ്ങനെ ദൈവത്വവും മനുഷ്യത്വവും യോജിച്ചിരിക്കുന്നു? അത് സാധ്യമോ? എങ്കിൽ ക്രിസ്തുവിന് ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും എന്നീ 2 സ്വഭാവങ്ങളുണ്ടോ? എങ്കിൽ ക്രിസ്തുവിൽ അവയ്ക്ക് തുല്യമായ 2 വ്യക്തിത്വങ്ങളുണ്ടോ? എന്നിങ്ങനെ പോയി വിചിന്തനങ്ങളും ചോദ്യങ്ങളും. അന്നത്തെ അലക്സാണ്ട്രിയൻ, അന്ത്യോക്യൻ സ്കൂളുകൾ തമ്മിലുള്ള വൈരുദ്ധ്യവും എതിർപ്പും വ്യത്യസ്ത വിപരീത വീക്ഷണങ്ങൾക്ക് വഴിവെച്ചു. ഈ എഫേസസ് സൂനകദോസിന്റെ ആദ്യ കാരണം തന്നെ ഈ പുസ്തകം വ്യക്തമായിട്ട് പറയുന്നത് 2 സ്കൂളുകൾ, അന്ത്യോക്യയും അലക്സാണ്ട്രിയൻ സ്കൂളുകൾ തമ്മിലുള്ള വിവിധങ്ങളായ വീക്ഷണങ്ങളാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. ദൈവശാസ്ത്ര വിഷയങ്ങളെക്കാൾ രാഷ്ട്രീയ വിഷയങ്ങളായിരുന്നു ഈ കൗൺസിലുകളിൽ പ്രധാന പങ്കുവഹിച്ചത്. സഭയിലെ മാനുഷിക വശത്തിൻ്റെ ബലഹീന സ്വഭാവം ഈ കൗൺസിലുകളിൽ കാണാം. ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, ഈ പുസ്തകമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവശാസ്ത്ര വിഷയങ്ങളെക്കാൾ എഫേസസ് സൂനകദോസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര വിഷയമല്ല ഇവിടുത്തെ പ്രശ്നം. പകരം ഇവിടുത്തെ പ്രശ്നം മാനുഷികമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു പ്രശ്നമാണ്. ആ രാഷ്ട്രീയ പ്രശ്നം എന്ത് ചെയ്തു? മാനുഷികമായ ബലഹീന സ്വഭാവം പുറത്തു കൊണ്ടുവന്നു. അരിയൻ പാഷണ്ഡത പോലെ സഭയുടെ താഴ്വേരിറക്കുന്ന പ്രശ്നങ്ങളൊന്നും എഫേസസ് സൂനകദോസിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ തർക്കമുണ്ടായപ്പോൾ 2 കക്ഷികളും എതിർ വിഭാഗത്തിൽ പാഷണ്ഡത ആരോപിച്ചു എന്ന് മാത്രം. മറ്റുള്ളവരെ പറ്റി ഓരോ വിഭാഗത്തിനും ഉണ്ടായിരുന്ന ധാരണയായിരുന്നു വസ്തുനിഷ്ഠമായ പാഷണ്ഡതയായിരുന്നില്ല. ഈശോയാകുന്ന മഹാരഹസ്യത്തെ വ്യത്യസ്ത വീക്ഷണകോണുകളിൽ കണ്ടു, വ്യത്യസ്ത പദപ്രയോഗങ്ങളിൽ കൂടി ഈ മഹാസത്യത്തെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു. അതായത് 2 പേരും പറഞ്ഞത് ശരിയാണ്, 2 പേരുടെ വീക്ഷണവും ശരിയാണ്. എങ്കിലും
ഒരുവന് മറ്റൊരുവനെ അംഗീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പ്രശ്നങ്ങളായിരുന്നു ഈ സൂനകദോസിലേക്ക് വഴി തെളിയിച്ചത്. അപ്പോൾ ജിൻഡോ ബ്രദറോട് പറഞ്ഞു വെച്ച കാര്യം സൂനകദോസാണ് തീരുമാനിച്ചത്. സൂനകദോസുകളുടെ പൂർണ്ണമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിന് വേറെ അപ്പീലില്ല, വേറൊരു എതിർവാദമില്ല. എന്നാൽ ഈ സൂനകദോസിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോൾ അലക്സാണ്ട്രിയൻ അന്ത്യോക്യൻ സ്കൂളുകളെ കുറിച്ച് പറയുകയാണ്. ഈ രണ്ട് കലാലയങ്ങളിലെ ചിന്താധാരകൾ പൊരുത്തപ്പെട്ട് പോകാത്തതിലുള്ള അപാകതകളാണ് എഫേസൂസിലും കൽക്കദിയോനിലും നിഴലിച്ചിരുന്നത്. അപ്പോൾ ഒരു സൂനകദോസ് അല്ല, രണ്ട് സൂനകദോസ്, എഫേസൂസ് സൂനകദോസും കൽക്കദിയൻ സൂനകദോസും. ഈ രണ്ട് സൂനകദോസിലും പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്ന കാര്യമായിരുന്നു. യേശുവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും ഒരേ വ്യക്തിയിൽ തന്നെ, ഒന്നിൽ തന്നെ നിലനിൽക്കുന്നു എന്ന കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. അത് സൂനകദോസ് എടുത്ത തീരുമാനമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ സൂനകദോസുകളെ നമ്മൾ എങ്ങനെ കാണണം എന്നുള്ളത് വളരെ വ്യക്തമായി സഭ ഔദ്യോഗികമായി ഇറക്കുന്ന വടവാതൂർ സെമിനാരിയിൽ നമുക്ക് ലഭിക്കുന്ന ഈ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്. രണ്ട് കലാലയിലെ ചിന്താധാരകൾ പൊരുത്തപ്പെട്ടു പോകാത്തതിലെ അപാകതകളാണ് ഇതിന്റെ പ്രശ്നം. അലക്സാണ്ട്രിയ പ്ലേറ്റോയുടെ തത്വചിന്തയോടാണ് കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത്. അവിടെ ഒരു മിസ്റ്റിക്കൽ പശ്ചാത്തലം നിലനിന്നു. വേദപുസ്തകത്തിന്റെ വാച്യാർത്ഥത്തിന് പുറമെ ഗൂഢാർത്ഥങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലാനുള്ള പരിശ്രമം അവർ നടത്തി. വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്യാർത്ഥങ്ങൾ അവർ വെളിച്ചത്ത് കൊണ്ടുവന്നു. രൂപകാർത്ഥ ഭാഷ്യം എന്ന് അവരുടെ വ്യാഖ്യാന രീതി അറിയപ്പെട്ടു. ഞാൻ പറയുകയാണ്, ക്രിസ്തു ശാസ്ത്രത്തിൽ അവർ യോഹന്നാൻ 1:14 തുടങ്ങി വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, വചനം താഴേക്ക് ഇറങ്ങി വന്നു, വചനം മാംസം ധരിച്ച് മനുഷ്യനായി, വചനം മാംസമായി എന്ന് യോഹന്നാൻ പറയുന്നത് പോലെ രക്ഷാകര കർമ്മവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തെ പറ്റിയും വചനത്തെ പറ്റി പറയാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. എല്ലാത്തിൻ്റെയും കർത്താവ് വചനമാണ്. വചനത്തിൽ നിന്നാണ് അവർ ആരംഭിക്കുന്നത്. വചനം എന്ന് പറയുമ്പോൾ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളിനെ കുറിക്കുന്നു. ഈ ക്രിസ്തു ശാസ്ത്രം വചനമായ ദൈവത്തിൽ ആരംഭിക്കും. അലക്സാണ്ട്രിയ പ്ലേറ്റോയുടെ തത്വചിന്തയുമായി കുറച്ച് കൂടുതൽ അടുത്തിരുന്നെങ്കിൽ അന്ത്യോക്യ ആണെങ്കിൽ അരിസ്റ്റോട്ടലിന്റെ തത്വചിന്തയോട് കൂടുതൽ താരതമ്യം കാണിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, മത്തായി 1:1 തുടങ്ങി അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി ചരിത്രത്തിൽ ജീവിച്ച തിരുലിഖിതങ്ങളിൽ സാക്ഷിക്കുന്ന യേശു ക്രിസ്തുവാണ് അവരുടെ ആരംഭം. രക്ഷാകര കർമ്മവുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളിലും യേശു ക്രിസ്തുവിനെ പറ്റി പറയാം. എല്ലാ ഗുണവിശേഷങ്ങളിലും പ്രവൃത്തികളിലും യേശു ക്രിസ്തുവിൽ ആരോപിക്കുന്നു. മനുഷ്യത്വത്തിലൂടെ ദൈവം എപ്രകാരം പ്രവർത്തിക്കുന്നു എന്നത് ഊന്നി പറയുകയായിരുന്നു അന്ത്യോക്യൻ രീതികൾ. ചരിത്രത്തിൽ ജീവിച്ച മനുഷ്യനിൽ ആരംഭിച്ച് ദൈവത്തിലേക്ക് ഉയരുന്ന ഒരു ക്രിസ്തു ശാസ്ത്രമായിരുന്നു അവരുടേത്. വിശുദ്ധ ഗ്രന്ഥം ഉടനീളം യേശു ക്രിസ്തുവിനെ പറ്റി ചർച്ച ചെയ്യുന്നു, വചനത്തെ പറ്റി ഒരിടത്തെ പറയുന്നുള്ളൂ. അതുകൊണ്ട് വേദപുസ്തകപരമായി യേശു ക്രിസ്തുവിൽ ആരംഭിക്കുന്ന ക്രിസ്തു ശാസ്ത്രം ശരിയാണ്. നിക്കായിലെ പിതാക്കന്മാരും യേശു ക്രിസ്തുവിലാണ് ആരംഭിക്കുന്നത്. പ്രിയമുള്ളവർ, ഈ പുസ്തകം പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ പറയുന്ന എഫേസൂസ് സൂനകദോസ് ആകട്ടെ കൽക്കദിയൻ സൂനകദോസ് ആകട്ടെ ഒരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നു. ഇവിടെ അന്ത്യോക്യനാകട്ടെ അലക്സാണ്ട്രിയ ആകട്ടെ രണ്ടുപേരും പറഞ്ഞത് ഒരേ വിഷയമാണ്. പറഞ്ഞ രീതികളിൽ വ്യത്യാസമുണ്ട്. അതായത് അവർ പറഞ്ഞു വെക്കുന്ന വിഷയം ഒന്ന് തന്നെ, പറഞ്ഞു വരുന്നത് രണ്ട് തരത്തിലാണ് എന്ന് മാത്രമാണ്. നമുക്കിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരുവൻ യാത്ര ചെയ്യുക, രണ്ട് രീതിയിൽ യാത്ര ചെയ്യാം. ഒരുവന് അങ്കമാലിയിൽ വരുമ്പോൾ വഴി രണ്ടായി തിരിയുകയാണ്. ഒന്ന് കോട്ടയം വഴി നേരെ തിരുവനന്തപുരത്തെത്തുന്നു, മറ്റൊന്ന് എറണാകുളം ചെന്ന് ആലപ്പുഴ വഴി നേരെ തിരുവനന്തപുരത്തെത്തുന്നു. രണ്ട് രീതിയിൽ ഈ വാഹനങ്ങൾ എത്തിയാലും ചെല്ലുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. രണ്ടുപേരും യാത്ര ചെയ്യുന്നത്. ഒരുപക്ഷെ ഇപ്പുറത്തെ ട്രാഫിക് കൂടുതലായിരിക്കാം, ഇപ്പുറത്ത് കുറച്ചുകൂടി ഈസി ആയിരിക്കാം, ഇപ്പുറത്ത് വളവുകൾ കൂടുതലായിരിക്കാം, ഇപ്പുറത്ത് കുറച്ചുകൂടി സ്ട്രെയിറ്റ് വഴിയായിരിക്കാം എന്ന വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതുപോലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ രണ്ട് സ്കൂളുകളും, അന്ത്യോക്യൻ സ്കൂളുകളാകട്ടെ അലക്സാണ്ട്രിയൻ സ്കൂളുകളാകട്ടെ, രണ്ടുപേരും പറഞ്ഞത് ഒരേ വിഷയം തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യക്തിക്ക് മറ്റേ വ്യക്തികളെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പ്രശ്നം ഉടലെടുത്തപ്പോൾ ആ ആധികാരികത, ആ രാഷ്ട്രീയമായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി എഫേസൂസ് സൂനകദോസ് കൂടി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. താഴെയുള്ള കാര്യങ്ങൾ നമ്മൾ വായിച്ചാൽ അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. ഈ രണ്ട് ക്രിസ്തു ശാസ്ത്രങ്ങളും പരസ്പര പൂരകങ്ങളാണ്, പരസ്പര വിരുദ്ധമല്ല. ഒരു കൂട്ടർ ഏക വ്യക്തിത്വത്തിൽ ഊന്നൽ കൊടുക്കുമ്പോൾ മറ്റൊരു കൂട്ടർ രണ്ട് സ്വഭാവങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഒന്നിന് മറ്റൊന്നുകൊണ്ട് അളന്നപ്പോൾ അളന്നവർ മറ്റുള്ളവരിൽ പാഷണ ദർശിച്ചു. അവസാനിക്കാത്ത കലഹങ്ങൾക്കും പിളർപ്പുകൾക്കും ഇത് ഹേതുവായി തലമുറകൾക്ക് ഈ പാരമ്പര്യം കൈമാറും.
16-ാം നൂറ്റാണ്ടിലെ കേരളത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ പോലും നെസ്തോറിയൻ പാഷണ്ടികൾ എന്ന് വിളിച്ച് തലമുറകൾ വരെ ഇത് കൈമാറി. ഇന്നും ഇത് വിളിച്ചു കളിയാക്കുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ നെസ്തോറിയൻ ഒരു പാഷണ്ഡത പഠിപ്പിച്ചോ എന്ന് പരിശോധിച്ചാൽ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അദ്ദേഹം പറഞ്ഞത് ഇവർക്ക് മനസ്സിലായില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇനി മാത്രമല്ല, നെസ്തോറിയൻ പറഞ്ഞത് എന്താണെന്ന് തെളിയിക്കാൻ പോലും ഒരു അവസരം പോലും കൊടുത്തില്ല എന്നുള്ളതാണ് എഫേസസ് സൂനോദോസിന്റെ പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ അതിലേക്ക് വരികയാണ്. 5-ാം നൂറ്റാണ്ടിലെ സഭാ രാഷ്ട്രീയത്തിൽ നെസ്തോറിയന്റെ ക്രിസ്തുശാസ്ത്രം പാഷണ്ഡതയായും സിറിലിൻ്റെത് സത്യപ്രബോധനമായും തീരുമാനിക്കപ്പെട്ടു. ആര് തീരുമാനിച്ചു? എങ്ങനെ തീരുമാനിച്ചു? അതാണ് എഫേസസ് സൂനോദോസിന്റെ ഡീറ്റെയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതിന്റെ കാരണം വ്യക്തമായിട്ട് ഈ പുസ്തകം പറയുന്നത്, അലക്സാണ്ട്രിയയും അന്ത്യോക്യയും ദൈവശാസ്ത്ര കേന്ദ്രങ്ങളായിരുന്നതിനാൽ അവയ്ക്ക് അന്ന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. റോം കഴിഞ്ഞാൽ പ്രാമുഖ്യം അലക്സാണ്ട്രിയയ്ക്കായിരുന്നു. അന്ത്യോക്യ ഇതിനെ എതിർത്തു എന്ന് മാത്രമല്ല, 2-ാം സ്ഥാനത്തിനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പൊ റോമിന് ശേഷം ഒരു 2-ാം സ്ഥാനത്തേക്ക് ശ്രമിക്കുന്ന അന്ത്യോക്യയും അലക്സാണ്ട്രിയയും തമ്മിലുള്ള ഒരു യുദ്ധമാണ് എഫേസസ് സൂനോദോസിലേക്ക് വഴിവെച്ചത് എന്ന് വ്യക്തമായിട്ട് ഈ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയാർക്കീസ് ആയിരുന്ന നെസ്തോറിയസ് ശക്തനായി അറിയപ്പെട്ട ഒരു പ്രസംഗകനായിരുന്നു. തൻ്റെ പ്രസംഗങ്ങൾക്കിടയിൽ അദ്ദേഹം മാതാവിനെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കുന്നതിനെ എതിർത്തു. മാതാവിനെ ക്രിസ്തുവിൻ്റെ അമ്മ എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ശരി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതായത് തിയോടോക്കോസ് എന്ന് വിളിക്കുന്നതിനെ അദ്ദേഹം എതിർത്തു. പകരം ക്രിസ്റ്റോടോക്കോസ് എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഉത്തമം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇതിന് കാരണമുണ്ട്. എന്താണ് ആ കാരണം? ക്രിസ്തു മനുഷ്യനും ദൈവവുമാകിയാൽ ക്രിസ്തുവിൻ്റെ അമ്മ എന്ന് പറയുന്നതാകും ഏറെ ശരിയെന്ന് നെസ്തോറിയന്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ തർക്കിച്ചിരുന്നവർ അംഗീകരിച്ചു. നെസ്തോറിയന്റെ ഒരു വൈദികൻ ദൈവമാതാവ് എന്ന സംജ്ഞ വിമർശിച്ച് ആളുകളോട് സംസാരിച്ചത് ഏറെ പ്രശ്നം സൃഷ്ടിച്ചു. മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കപ്പെടുന്നവർ ശപിക്കപ്പെടട്ടെ എന്ന് പരസ്യമായി പ്രസ്താവിച്ച ഈ വൈദികനെ കുറ്റപ്പെടുത്താതെ തൻ്റെ വൈദിക കൂട്ടായ്മയിൽ നിലനിർത്തി. ഇതേപ്പറ്റി അറിഞ്ഞ സിറിൽ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും അവർ തമ്മിലുള്ള എഴുത്തുകുത്തുകൾ എഫേസസിൽ എത്തിക്കുകയും ചെയ്തു എന്നാണ് ഈ പുസ്തകം പറഞ്ഞിരിക്കുന്നത്. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ, തെയോടോക്കോസ് ദൈവത്തിൻ്റെ അമ്മ, ക്രിസ്റ്റോടോക്കോസ് ക്രിസ്തുവിൻ്റെ അമ്മ എന്നീ പ്രയോഗങ്ങൾ കൂടാതെ ആന്ത്രപ്പോതൊക്കോസ് മനുഷ്യൻ്റെ അമ്മ എന്നൊരു പ്രയോഗം കൂടി അക്കാലത്തുണ്ടായിരുന്നു. ജിൻഡോ ബ്രദർ എടുത്തു വെച്ച വാദം യഥാർത്ഥത്തിൽ ആന്ത്രപ്പോതൊക്കോസ് ആയിരുന്നു. കാരണം ക്രിസ്തുവിലെ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാതാവിനെ ആന്ത്രപ്പോതൊക്കോസ് എന്ന് വിളിക്കുന്നത് ഉചിതമെന്ന് ചില പുലർത്തിയിരുന്ന ഒരു ചിന്ത ഈ അവസരത്തിൽ കൂടുതൽ ഉചിതമായ പ്രയോഗം ക്രിസ്റ്റോതൊക്കോസ് ആണ്, ആന്ത്രപ്പോതൊക്കോസ് അല്ല എന്ന് നെസ്തോറിയൻ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അതായത് യഥാർത്ഥത്തിൽ നെസ്തോറിയൻ ശ്രമിച്ച കാര്യം ഇന്ന് മനുഷ്യന്റെ അമ്മ മാത്രമാണ് മാതാവ്, അല്ലെങ്കിൽ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുക. യേശുവിന്റെ മനുഷ്യത്വം പൂർണ്ണമായി മാതാവിന് ആണ് അതിൻ്റെ ഉത്തരവാദിത്തം. മാതാവിൽ നിന്നാണ് ആ ശരീരം, പൂർണ്ണമായ ശരീരത്തിന്റെ ഉത്തരവാദിത്തം മാതാവിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആന്ത്രപ്പോതൊക്കോസിനെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് അങ്ങനെയല്ല ക്രിസ്തോതൊക്കോസ് എന്ന് വിളിക്കണം എന്നുള്ളതായിരുന്നു നെസ്തോറിയന്റെ വാദം. വീണ്ടും നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, അലക്സാണ്ട്രിയക്കാർ ഉപയോഗിച്ചിരിക്കുന്ന തെയോടോക്കോസിനെ എതിർക്കാനാണ് നെസ്തോറിയക്കാർ ക്രിസ്റ്റോടോക്കോസ് ഉപയോഗിച്ചത് എന്നായിരുന്നു സിറിലിന്റെ ചിന്ത, തെറ്റിദ്ധാരണ. അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ എന്തായിരുന്നു? ഈ നെസ്തോറിയൻ ക്രിസ്റ്റോടോക്കോസ് എന്ന് വിളിച്ചത് അദ്ദേഹം ഉപയോഗിച്ച, സിറിലൊക്കെ ഉപയോഗിച്ച തിയോടോക്കോസ് ദൈവമാതാവ് എന്ന് പറയുന്നതിന് എതിർക്കുകയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്റ്റോടോക്കോസ് എന്ന് പറയുമ്പോഴും ക്രിസ്തുവിൻ്റെ അമ്മ എന്ന് പറയുമ്പോഴും ക്രിസ്തു ദൈവവും മനുഷ്യനുമാണ് എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ അവർക്കുണ്ടായിരുന്നത് എന്ന് വ്യക്തമായി നെസ്തോറിയൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ വ്യത്യസ്ത പശ്ചാത്തലം സിറിൽ മനസ്സിലാക്കാതെ പോയി എന്നാണ് പ്രശ്നങ്ങളിലേക്ക് നെസ്തോറിയനെ വലിച്ചിഴച്ചത്. സിറിൽ ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ തങ്ങളുടെ ചിന്തയാണ് ഉചിതമെന്ന് നെസ്തോറിയൻ വാദിച്ചു. എന്നാൽ അത് തെയോടോക്കോസിനെ എതിർത്തുകൊണ്ടായിരുന്നില്ല, ആന്ത്രപ്പോതൊക്കോസിനെ എതിർക്കാനായിരുന്നു എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഈ സത്യം തിരിച്ചറിയുക. അതായത് നെസ്തോറിയൻ ഒരിക്കലും പാഷണ്ഡത പഠിപ്പിച്ചില്ല, പകരം അന്നുണ്ടായിരുന്ന ആന്ത്രപ്പോതൊക്കോസിനെ എതിർക്കുകയായിരുന്നു നെസ്തോറിയന്റെ ഉദ്ദേശം. യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ പൂർണ്ണത മാതാവിൽ ആരോപിക്കുന്ന ആന്ത്രപ്പോതൊക്കോസിനെ എതിർക്കുക, ഇതായിരുന്നു നെസ്തോറിയൻ ചെയ്തത് എന്ന് വ്യക്തമായി പുസ്തകം പറയുന്നു. AD 429 സിറിൽ ഈജിപ്തിലുള്ള മെത്രാന്മാർക്കും ഈസ്റ്റർ സന്ദേശങ്ങളും
വിശ്വാസികൾക്ക് തൻ്റെ സന്യാസികൾക്കുമുള്ള ഇടയലേഖനത്തിലും നെസ്തോറിയന്റെ പഠനങ്ങളെ എതിർത്ത് എഴുതി. കൂടാതെ നെസ്തോറിയന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് റോമിലെ സെലസ്റ്റിൻ മാർപ്പാപ്പയ്ക്കും എഴുതി. നെസ്തോറിയൻസും മാർപ്പാപ്പയ്ക്കും എഴുതിയെങ്കിലും റോമിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് സിറിലിനാണ്. അതായത് രണ്ടുപേരും എഴുതി. സിറിലിന്റെ കാര്യം എഴുതി, നെസ്തോറിയന്റെ കാര്യം എഴുതി. 430 റോമിൽ കൂടിയ സിനഡിൽ സിറിലിന്റെ ആശയത്തെ ശരിവച്ചു. ചരിത്രത്തിൽ സംഭവിക്കരുതാത്ത ഒന്ന് സെലസ്റ്റിൻ ചെയ്തു. എന്താണത്? അതായത് മാർപ്പാപ്പ യാതൊരു വിധത്തിലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു. സിറിലും നെസ്തോറിയനും തമ്മിലുണ്ടായ തർക്കം സാമാന്യ നീതിക്ക് വിരുദ്ധമായ തർക്കത്തിലെ ഒരു കക്ഷിയായ സിറിലിനെ ന്യായാധിപതിയായി റോം നിയമിച്ചത് ന്യായീകരിക്കാവുന്ന കാര്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, രണ്ട് വാദങ്ങൾ, ഒന്ന് സിറിലിന്റെ വാദം, മറ്റൊന്ന് നെസ്തോറിയന്റെ വാദം. ഇത് രണ്ടും എവിടെ എത്തുന്നു? മാർപ്പാപ്പയുടെ മുൻപിലെത്തുന്നു. അപ്പൊ ഇതിനൊരു തീരുമാനമെടുക്കണം. ഈ തീരുമാനമെടുക്കാൻ ആരെയാണ് ന്യായാധിപനായി തീരുമാനിക്കുക? അതിന് ഈക്വലായി ഒരു മോഡറേറ്ററെ അല്ലെങ്കിൽ ഒരു നീതിമാനായ ഒരു വ്യക്തിയെ അതിനെ നടുക്ക് നിർത്തി ക്ലിയർ ചെയ്യിക്കുകയല്ല റോം ചെയ്തത്, മാർപ്പാപ്പ ചെയ്തത്. മാർപ്പാപ്പ എന്ത് ചെയ്തു? സിറിലിനെ തന്നെ ന്യായാധിപതിയായി നിയമിച്ചു. അതായത് സിറിൽ തന്നെ ഇതിന് തീരുമാനം എടുക്കുക, നെസ്തോറിയനെതിരെയുള്ള തീരുമാനം എടുക്കുക എന്ന രീതിയിലേക്ക് എഫേസസ് സൂനോദോസ് പോവുകയാണ്. തികച്ചും നീതിയല്ലാത്ത ഒരു രീതി ഇവിടെ നടന്നു എന്ന് വ്യക്തമാക്കുന്നത് ഈ പുസ്തകമാണ്, ഞാനല്ല. വീണ്ടും സെലസ്റ്റിന്റെ നേതൃത്വത്തിൽ കൂടിയ റോമൻ സിനഡ് അലക്സാണ്ട്രിയയിൽ ക്രിസ്തുഭാഷ്യം അംഗീകരിക്കുകയും അത് 10 ദിവസത്തിനകം നെസ്തോറിയനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എഫേസസ് സൂനോദുമായി ബന്ധപ്പെട്ട ആദ്യ പ്രശ്നം ഉദിക്കുന്നത് ഇവിടെയാണ്. അതായത് വളരെ അധികാരപൂർവം റോം എന്ത് ചെയ്തു? നെസ്തോറിയനോട് ഇത് അംഗീകരിച്ചേ മതിയാകൂ, 10 ദിവസത്തിനകം പൂർണ്ണമായി കീഴ്പ്പെടാൻ നെസ്തോറിയനോട് പറഞ്ഞു. ഇവിടെയാണ് എഫേസസ് സൂനോദോസിലേക്ക് വഴിതെളിച്ച പ്രധാനപ്പെട്ട വിഷയം. നെസ്തോറിയനെ തൊട്ട് അംഗീകരിച്ചുമില്ല. റോമിന്റെ ഈ തീരുമാനം, മാർപ്പാപ്പയുടെ ഈ തീരുമാനം നെസ്തോറിയൻ യാതൊരു വിധത്തിലും ഗൗനിച്ചില്ല എന്നുകൂടെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇനി എഫേസസ് സൂനോദോസ് എങ്ങനെ നടന്നത് എന്നുള്ളതിനെ കുറിച്ച് പരിശോധിച്ചാൽ ഭയങ്കര രസകരമായ സംഭവങ്ങളാണ്. കാരണം ഈ സൂനോദോസ് തീരുമാനമെടുത്ത് ഇതിലേക്ക് ക്ഷണിക്കപ്പെട്ട പല വ്യക്തികളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹിപ്പോയിലെ മെത്രാനായിരുന്ന ഔറേലിയസ് അഗസ്റ്റിൻ ചക്രവർത്തി എഫേസസ് കൗൺസിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ ഈ ക്ഷണം ലഭിക്കുന്നതിന് മുൻപ് ആക്രമണത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. റോമൻ മാർപ്പാപ്പയുടെ പ്രതിനിധികൾ അന്ത്യോക്യൻ പാത്രിയർക്കീസിലെ യോഹന്നാനും കൂടെയുള്ള മെത്രാന്മാരും രാജകീയ പ്രതിനിധികളും എത്തുന്നതിന് മുൻപ്, അതായത് ക്ഷണിക്കപ്പെട്ട ഒരു വ്യക്തികളും എത്തുന്നതിന് മുൻപ് AD 431 ജൂൺ 22 സിറിലിന്റെ അധ്യക്ഷതയിൽ സിനഡ് തുടങ്ങി. അപ്പൊ സിനഡ് തീരുമാനമെടുത്തു, ഇന്ന ദിവസം തുടങ്ങാം, എല്ലാവരും എത്തും. പക്ഷേ ഇവരൊന്നും എത്തുന്നതിന് മുൻപ് സിറിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. താൻ ഉടനെ എത്തുമെന്നും അന്ത്യോക്യൻ മെത്രാന്മാർ അറിയിച്ചിട്ടും 68 മെത്രാന്മാർ പ്രതിഷേധിച്ചിട്ടും അത് വകവയ്ക്കാതെ 153 മെത്രാന്മാരുടെ സാന്നിധ്യത്തിൽ സിറിൽ സിനഡ് ആരംഭിച്ചു. ആലോചിച്ച് നോക്കുക, എഫേസസ് സൂനോദോസ് തുടങ്ങുന്നത് എങ്ങനെയാ? 68 പേര് ഞങ്ങൾ ഉടനെ എത്തും, വെയിറ്റ് ചെയ്യുക. പക്ഷേ അത് അവിടെ ഉണ്ടായിരുന്ന പശ്ചാത്തലം വളരെ യുദ്ധസമാനമായ പ്രശ്നങ്ങളുള്ള സമയത്താണ്. ഇന്ന് പോലെ ഫ്ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല, യാത്രാ സൗകര്യങ്ങളില്ല, ഓരോ രാജ്യങ്ങളും കടന്നു ചെല്ലണം. അപ്പൊ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ എത്താമെന്ന് അറിയിച്ചിട്ട് പോലും അവരൊന്നും എത്താനുള്ളൊരു സാവകാശം പോലും ആര് കൊടുത്തില്ല? സിറിൽ കൊടുത്തില്ല. എതിർപ്പുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം സിനഡ് തുടങ്ങുകയാണ്. അന്ത്യോക്യൻ പ്രതിനിധികൾ 4 നാൾക്കകം വരും, അതുവരെ കാത്തിരിക്കണമെന്ന് സിനഡിന്റെ നടത്തിപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടും സിറിൽ കാത്തിരുന്നില്ല. അതായത് ഈ സിനഡ് നടത്തേണ്ട അനുമതി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അതിനുണ്ട്, ചുമതലകളുള്ളവരുണ്ട്. അവര് പോലും പറഞ്ഞു 4 ദിവസം വെയിറ്റ് ചെയ്യാൻ. നോ, നടക്കത്തില്ല. അപ്പോ ഇതിന്റെ ഉദ്ദേശം എന്താണ്? പിറ്റേ ദിവസം ഒരു ഉദ്യോഗസ്ഥൻ പ്രതിഷേധം അറിയിക്കാൻ എത്തിയപ്പോൾ മുന്നറിയിപ്പ് കൂടാതെ അയാളെ പുറത്താക്കി. അതായത് ഒരാൾ ശക്തമായി എതിർത്തു, ഇത് നടക്കത്തില്ല, ഇത് ശരിയല്ല, നീതിയല്ല, അയാളെ പുറത്താക്കി. അങ്ങനെ തുടക്കം തന്നെ ക്രമക്കേടിലായിരുന്നു. രാജകീയ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ടുള്ള ആദ്യ സിനഡായിരുന്നു ഇത്. അതായത് പൂർണ്ണമായി ധിക്കാരപരം, ഒരു യാഥാർത്ഥ്യമായ നീതിബോധമില്ലാത്ത രീതിയിൽ നീതിന്യായത്തെ പൂർണ്ണമായി അവഹേളിച്ചുകൊണ്ട് നടത്തിയ ഒരു സിനഡായിരുന്നു എഫേസോസ് സമ്മേളനം അല്ലെങ്കിൽ സിനഡ് എന്ന് വ്യക്തമാക്കുന്നത് യാതൊരു വിധത്തിലും ഞാനല്ലേ, ഈ പുസ്തകമാണേ, ഞാൻ വെറുതെ ഈ പുസ്തകം വായിക്കുന്നേ ഉള്ളേ എന്നുകൂടെ ഞാൻ പറഞ്ഞു വയ്ക്കുക. എന്നാലും നെസ്തോറിയൻ ഈ സമയത്ത് എഫേസസിൽ ഉണ്ടായിരുന്നുവെങ്കിലും
3 പ്രാവശ്യവും അദ്ദേഹത്തിന് ക്ഷണക്കത്ത് ലഭിച്ചു. എങ്കിലും അദ്ദേഹം കൗൺസിലിൽ സംബന്ധിച്ചില്ല. പട്ടണത്തിൽ അദ്ദേഹത്തിന് അനുകൂല അന്തരീക്ഷമല്ലായിരുന്നു. അതായത് നെസ്തോറിയൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതികൂലമായിട്ടുള്ള പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഇത് പങ്കെടുക്കുന്നില്ല എന്നുള്ളത് കൂടെ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നിട്ട് പോലും മറ്റു മെത്രാന്മാർ പോലും വരാതെ പെട്ടെന്ന് ഇത് വരുത്തുകയാണ് ചെയ്തത്. അലക്സാണ്ട്രിയൻ സിനഡ് എടുത്ത തീരുമാനം എഫേസസിൽ കൂടിയ മെത്രാന്മാരെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു സിറിലിന്റെ ലക്ഷ്യം. അതായത് 2 ഭാഗത്തു നിന്നുമുള്ള വാദങ്ങൾ ഉന്നയിക്കുകയും അതിൽ ശരിവെക്കുകയും ചെയ്യുന്ന ഒരു നീതി. ജിൻഡോ ബ്രദർ പറഞ്ഞല്ലോ, ഒരു തർക്കമുണ്ടായാൽ 2 പേരും തുല്യമായി തങ്ങളുടെ ഭാഗങ്ങൾ അവതരിപ്പിക്കുകയും വലിയ 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 ചിന്തകന്മാർ, വലിയ വലിയ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി പരസ്പരം സംസാരിച്ച് ഒരു തീരുമാനമെടുക്കുന്നു. അതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇവിടെ എഫേസസ് സുനോദോസ് നടത്തിയത് അലക്സാണ്ട്രിയയിൽ എടുത്ത തീരുമാനം അപ്പാടെ നടപ്പിലാക്കുക, അല്ലാതെ എതിർവാദം ഒന്നും പറയാനുള്ള ഒരു അവസരം പോലുമില്ല. അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുക, ഒപ്പിടിക്കുക. അന്ത്യോക്യക്കാർ വന്നാൽ അത് സാധിക്കാതെ പോകുമെന്ന് കരുതിയാണ് തിടുക്കത്തിൽ സിനഡ് കൂടിയത്. തർക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനാണ് തെയോഡോഷ്യസ് ചക്രവർത്തി സിനഡ് വിളിച്ചു കൂട്ടിയത്. എന്നാൽ സിറിൽ ശ്രമിച്ചത് അതിനല്ല. പാഷണ്ഡിയായ നെസ്തോറിയന്റെ മേൽ വിധിവാചകം ഉച്ചരിച്ച് അതെല്ലാവരെ കൊണ്ടും സമ്മതിപ്പിക്കുക എന്ന് മാത്രമായിരുന്നു. 2 പേർക്കും പറയാനുള്ള വാദങ്ങൾ പറയുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഉദ്ദേശമെങ്കിൽ നടന്നത് അതായിരുന്നില്ല. ഒരുവനെ പാഷണ്ഡി എന്ന് മുദ്രകുത്തി മറ്റുള്ളവരെ കൊണ്ട് ഒപ്പിടിക്കുക, ഇത് മാത്രമായിരുന്നു എന്നുള്ളത് വളരെ ക്ലിയറായി ഈ പുസ്തകം പറഞ്ഞു വയ്ക്കുക. നെസ്തോറിയനെ സിറിലേക്ക് സിറിൽ ക്ഷണിച്ചു. എല്ലാവരും കൂടി എത്തിയിട്ട് ഒന്നിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് നെസ്തോറിയന്റെ നിലപാട് സിറിൽ അംഗീകരിക്കാതെ 3 കാനോനിക ക്ഷണങ്ങൾക്ക് ശേഷം തുടർന്നുള്ള നടപടിയിലേക്ക് കടന്നു. സിറിൽ തന്നെയായിരുന്നു കുറ്റാരോപകനും ന്യായാധിപനും റോമൻ മെത്രാന്റെ സ്ഥാനത്തിരുന്നവനും എല്ലാ കാര്യം ചെയ്തവനും. അതായത് തീരുമാനമെടുത്തത് മുഴുവൻ സിറിൽ. നെസ്തോറിയൻ പറഞ്ഞു, ബാക്കി ബിഷപ്പുമാർ വരട്ടെ, എല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനമെടുക്കാം, എല്ലാ മെത്രാന്മാരും കൂടി വരട്ടെ, എന്നിട്ട് തീരുമാനമെടുക്കാം. നോ, നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യായാധിപനും കുറ്റാരോപിതകനും നടത്തിപ്പെടേണ്ടവനും റോമൻ മെത്രാന്റെ സ്ഥാനത്തിരുന്ന് എല്ലാം ചെയ്തത് ആരായിരുന്നു? സിറിലായിരുന്നു. അതായത് ഒരു ഏകാധിപതിയുടെ രാഷ്ട്രീയ ആധിപത്യമായിരുന്നു എഫേസസ് സുനോദോസ് എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഈ പുസ്തകം പറഞ്ഞത്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഈ പുസ്തകം വെറുതെ വായിച്ചു പോകുന്നേ ഉള്ളൂ. കുറ്റാരോപകനും ന്യായാധിപനും ഒരാൾ തന്നെയാകുന്നത് സ്വാഭാവിക രീതിയിൽ ദൈവിക നിയമത്തിന് എതിരാണ്. ഇനി എങ്ങനെയാണ് ഈ സിനഡ് നടന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുകയാണ്. ക്രിസ്തുവിലുള്ള 2 സ്വഭാവങ്ങളുടെ ഹൈപ്പോസ്റ്റാറ്റിക് ഐക്യം സിറിൽ അവതരിപ്പിച്ചു. തുടർന്നുള്ള സഭാപിതാക്കന്മാരിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ നിരത്തിവെച്ചു. തുടർന്ന് നെസ്തോറിയന്റെ എഴുത്തുകളിൽ നിന്നുള്ള 20 ഭാഗങ്ങൾ സഭയിൽ അവതരിപ്പിച്ചു. അതിനുശേഷം നെസ്തോറിയൻ നൽകിയ മറുപടി വായിച്ച് പാഷണ്ഡത പ്രഖ്യാപിച്ചു. ഒരു വിശദീകരണമോ ചർച്ചയോ ചോദ്യോത്തരമോ ഒന്നും നടന്നില്ല. അതായത് എന്താണ് അദ്ദേഹം പറയുന്നത്, എന്താണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്, യാതൊരു വിധത്തിലും ചർച്ചയോ ചോദ്യമോ ഒന്നും നടന്നില്ല. ഇതൊന്നും നടക്കാതെ നിർവഹിക്കാതെ നെസ്തോറിയന്റെ കത്ത് പാഷണ്ഡതയാണെന്ന് സിറിൽ പക്ഷക്കായിരുന്ന മെത്രാന്മാർ തീർപ്പേൽപ്പിച്ചു. ഇത് നീതിയാണോ, ഇത് ന്യായമാണോ എന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക. ചക്രവർത്തിയുടെ രാജകീയ അധികാരം ഉപയോഗിച്ച് ഈ തെറ്റായ നടപടി അരക്കെട്ടുറപ്പിച്ചു. സിനഡിൽ പങ്കെടുത്ത 198 മെത്രാന്മാരെ കൊണ്ട് തീരുമാനങ്ങൾ ഇടുവിച്ചു. എന്നാൽ പലരും ഈ തീരുമാനങ്ങൾ ഒപ്പുവെക്കാൻ സമ്മതിക്കുന്നില്ല. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയുള്ളവരെ പുറത്താക്കുമെന്ന് ഭീഷണി വരുന്നു, അവരും ഒപ്പുവെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ, മറ്റനേക കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഒരു പരിധിവരെ കേൾവിക്കാർക്ക് ഈ പുസ്തകം മാത്രം ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയൊരു വിശദീകരണത്തോടെ ഇത് അവസാനിപ്പിക്കുക. അതായത് ഇതിലും ഒരുപാട് കാര്യങ്ങൾ. ഇനി സഭ നെസ്തോറിയനെ ശപിച്ചു തള്ളുന്നു, പുറത്താക്കുന്നു, ഒരുപാട് പ്രതികൂലങ്ങൾ വരുന്നു, ഒത്തിരി പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുന്നു. പക്ഷേ അദ്ദേഹം സൈലൻ്റായി. അദ്ദേഹം വിശ്വസിച്ച, അദ്ദേഹം ചിന്തിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ നെസ്തോറിയൻ ഒരു പാഷണ്ഡത പഠിപ്പിച്ചിട്ടില്ല എന്ന് ഇന്നത്തെ മിക്ക സഭകളും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. 2 പേരും പറഞ്ഞ കാര്യങ്ങൾ പരസ്പരം പാഷണ്ഡിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് ഈ പുസ്തകം വ്യക്തമായി നമ്മുടെ മുൻപിൽ വെക്കുന്നു. എന്നാൽ സിറിലാകട്ടെ നെസ്തോറിയനെ പാഷണ്ഡി എന്ന് മുദ്രകുത്താൻ ആവേശം കാണിക്കുകയും അതിന് യാതൊരു വിധത്തിലും നീതിയോ ന്യായവുമോ ഇല്ലാത്ത പ്രവർത്തികൾ ചെയ്യുകയും ചെയ്തു എന്ന്, അതായിരുന്നു എഫേസസ് സുനോദോസ്, അത് തന്നെയായിരുന്നു കൽക്കുദിയൻ സുനോദോസ് എന്ന് ഇവിടെ വ്യക്തമായി ഈ പുസ്തകം പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എവിടെയാണ് നീതിയായി നടക്കപ്പെട്ടത്? എന്താണ് സത്യമായി നടപ്പിലാക്കപ്പെട്ടത്? നമ്മൾ പലപ്പോഴും
നമ്മുടെ പൂർവികർ ചെയ്തു പോയ സകല കാര്യങ്ങളെയും ന്യായീകരിക്കാൻ അതാണ് ശരിയെന്ന് പറഞ്ഞു വെക്കുമ്പോൾ അന്നുണ്ടായിരുന്ന പല സഭാപിതാക്കന്മാരും ഇതുപോലെ ചില മേഖലകളിൽ പ്രതികൂലങ്ങൾ അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇന്ന് പലപ്പോഴും ഈ സത്യങ്ങൾ പുറത്തു വരുന്നുണ്ട്, പലതും വ്യക്തമായി എന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട്. എന്തായാലും സിറിൽ തന്നെ ന്യായാധിപനും അദ്ദേഹം തന്നെ നീതി നടപ്പിലാക്കുന്ന രീതിയിൽ, ഉറപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ള മെത്രാന്മാർ വരുന്നതിന് മുൻപ് രാഷ്ട്രീയമായ ഒരു ആധിപത്യം സ്ഥാപിക്കേണ്ടതിന് ഈ എഫേസസ് സൂനോദോസ് തീരുമാനിച്ചപ്പോൾ എതിർവാദം പറയാനോ ചർച്ച ചെയ്യാനോ അവരെന്താണ് പഠിപ്പിക്കുന്നത് എന്ന് വ്യക്തമാക്കാനോ യാതൊരു വിധത്തിലും അനുവദിക്കുക പോലും ചെയ്യാത്ത ഈ സൂനോദോസാണ് എഫേസസ്, അല്ലെങ്കിൽ പിന്നീട് വന്ന കൽക്കദിയൻ സൂനോദോസ്. ഈ രണ്ട് സൂനോദോസും എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഈ കാര്യത്തിൽ ജിൻഡോ ബ്രദർ പറഞ്ഞത്. അല്ലെങ്കിൽ സൂനോദോസുകൾ തീരുമാനിച്ച് കൃത്യമായ രണ്ട് കക്ഷികൾ തമ്മിൽ ഇരുന്ന് ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കൃത്യമായ ഒരു തീരുമാനം എടുത്തിട്ടാണോ ഈ കാര്യങ്ങൾക്കൊരു തീർപ്പ് കൽപ്പിച്ചത്? ഇത് നടക്കണമെന്ന് 4-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 5-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ AD 430 കൂടെയുള്ള എഫേസസ് സൂനോദോസ് ആണെങ്കിൽ ആദ്യത്തെ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ പിന്നീട് നടന്ന സൂനോദോസുകളുടെ കാര്യം നമ്മൾ ഏത് രീതിയിൽ എത്രത്തോളം നമുക്ക് സ്വീകാര്യമാകും? അങ്ങനെ നടന്ന സൂനോദോസുകളിൽ പ്രഖ്യാപിച്ച പലവിധ ഡോക്മകൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന 20-ാം നൂറ്റാണ്ടിൽ പ്രഖ്യാപിച്ച അമലോത്ഭവം പോലെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ പാരമ്പര്യം നമ്മൾ കണ്ടു. പലവിധ 2-ാം നൂറ്റാണ്ടിൽ വന്ന പല പാഷണ്ഡ പാരമ്പര്യങ്ങളുമാണ് അതിലേക്ക് വഴി തെളിയിച്ചത് എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കണ്ടു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഏതിനെ മുറുകെ പിടിക്കണം, എന്തിനാണ് നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സൂനോദോസുകളുടെ കാര്യത്തിനേക്കാൾ കൂടുതൽ നമുക്ക് ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് വിശുദ്ധ ബൈബിളാണ്, ഈ ദൈവവചനമാണ്. ഈ വചനം കഴിഞ്ഞിട്ടേ പാരമ്പര്യമുള്ളൂ, വചനം കഴിഞ്ഞിട്ടേ സൂനോദോസുകളുള്ളൂ. വചനത്തിന്റെ പൂർണ്ണതയാണ് സത്യമെന്ന് വിശ്വസിക്കാനേ നമുക്ക് പതിയാകത്തുള്ളൂ. വചനത്തിന് വിരുദ്ധമായ പാരമ്പര്യങ്ങളോ വചനത്തിന് വിരുദ്ധമായി കൂടിയിരിക്കുന്ന ഏതെങ്കിലും പ്രഖ്യാപനങ്ങളോ സൂനോദോസുകളോ നമ്മൾ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഒരു ക്രിസ്ത്യാനി തീരുമാനമെടുക്കണം. തീരുമാനം നമ്മളുടേതാണ്. ക്രിസ്തുവിലുള്ള രക്ഷ അത് ഇൻഡിവിജ്വലാണ്. യാതൊരു വിധത്തിലും ഒരു മെത്രാനും ഒരു പുരോഹിതനും ഒരു അച്ഛനും വന്ന് നിന്നെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കയറ്റാമെന്നല്ല പറഞ്ഞത്. ക്രിസ്തുവാണ് സ്വർഗത്തിന്റെ വാതിൽ. നിനക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഏകവാതിൽ യേശുവിലൂടെ അല്ലാതെ നടക്കത്തില്ല എന്നൊരുവൻ വിശ്വസിക്കുന്നുവെങ്കിൽ അവന് ദൈവവചനം മാത്രമേ ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ. ഈ വചനം ആശ്രയിച്ച് ക്രിസ്തുവാകുന്ന വാതിലിലൂടെ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി കർത്താവിന്റെ വലിയ കൃപയിൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് ആയിരിക്കുന്ന സഭയിൽ തന്നെ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയാകുന്ന ആരാധനയിലൂടെ ദൈവരാജ്യത്തിലേക്ക് ഓരോ വ്യക്തികളും എത്തുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.